ഈ ഒരു വീഡിയോ ഒരുപാട് തവണ കണ്ട സമയത്തെല്ലാം വല്ലാതെ അഭിമാനം തോന്നി, അതിലേറെ സന്തോഷവും. ഇന്ത്യൻ സിനിമയുടെ ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ മലയാളത്തിലല്ലാതെ മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയില്ല. മമ്മൂട്ടി എന്ന മഹാനടൻ, മലയാളത്തിന്റെ സീനിയറായ അഭിനേതാവ്, തനിക്ക് കിട്ടിയ ഫിലിംഫെയർ പുരസ്കാരത്തിൽ സന്തോഷിക്കുക മാത്രമല്ല, ഈ ഒരു പുരസ്കാരത്തിന് നോമിനികളായി എത്തിയവരെ ചേർത്ത് പിടിക്കുക കൂടെയാണ്. മലയാളത്തിലല്ലാതെ മറ്റെവിടെയാണ് ഇത് കാണാൻ കഴിയുക? പലപ്പോഴും മമ്മൂക്കയിൽ നിന്ന് നമ്മളിത് കാണുന്നതാണ്. സംസ്ഥാന പുരസ്കാരം നേടിയപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നോടൊപ്പം മത്സരിച്ച യുവ അഭിനേതാക്കളെ ചേർത്ത് പിടിക്കുന്ന സംസാരം ഉണ്ടായിരുന്നു. മമ്മൂക്ക പലപ്പോഴും ഇങ്ങനെ കാണിച്ച് ഞെട്ടിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയിൽ നിന്ന് ഇത് വന്നപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. മറ്റുള്ള ഇൻഡസ്ട്രികളിൽ ഇത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം തന്നെയാണ്. നമുക്കറിയാം, 2008 2020 പോലെയുള്ള സിനിമ മലയാളത്തിൽ സംഭവിച്ചതാണ്. അത് മറ്റു പല ഭാഷകളിലേക്കും റീമേക്കിന് റൈറ്റ് വാങ്ങിയിട്ടും നടക്കാതെ പോയ ചിത്രമാണ്. കാരണം അവിടെയൊക്കെ സ്റ്റാർ ഇമേജ് കൊണ്ടുണ്ടാവുന്ന ഈഗോ താരങ്ങളെ വല്ലാതെ മാറ്റുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെയൊന്നുമില്ല. ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരുടെയൊക്കെ ജൂനിയറായി വന്നിട്ടുള്ള അഭിനേതാക്കളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊരു ഉദാഹരണം കൂടെയാണ് മമ്മൂക്കയുടെ ഈ ഒരു നിലപാട് എന്ന് പറയാതെ വയ്യ. താൻ അഭിനയം തുടങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത ആളുകൾ തന്നോടൊപ്പം ഇൻഡസ്ട്രിയിൽ വളർന്നു വരുമ്പോൾ അവർക്ക് വലിയൊരു കൈ കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തുന്ന മമ്മൂക്ക ഇപ്പോൾ ഈ ഫിലിംഫെയർ പുരസ്കാര വേദിയിൽ അന്യഭാഷയിലെ അഭിനേതാക്കളെല്ലാം ഉണ്ട്, ടെക്നീഷ്യന്മാരെല്ലാവരും ഉണ്ട്, സംവിധായകരുണ്ട്. അങ്ങനെ ഒരു വേദിയിൽ തൻ്റെ മക്കളോളം പ്രായമുള്ള ആളുകളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് ആ മനുഷ്യൻ. എന്തായാലും വലിയ കാര്യമാണ് മമ്മൂക്ക ചെയ്തത്. ഒരുപാട് പ്രചോദനമാണ് മമ്മൂക്കയോടൊപ്പം അഭിനയം പങ്കിടുന്ന ആളുകൾക്കിത്.